എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്റ്റാർ ചാറ്റിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മളുടെ കുടുംബ പ്രേക്ഷകരെ അടക്കി വാഴുന്ന നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നടനായ ജയറാമേട്ടനാണ് നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന്. ആടുപുലിയാട്ടം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ജയറാമേട്ടൻ്റെ ശക്തമായൊരു തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ. ഒത്തിരി പ്രത്യേകതകളും ഒത്തിരി സവിശേഷതകളുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങൾ ജയറാമേട്ടൻ നമ്മളോട് പങ്കിടും. സോ ജോയിൻ മീ ഇൻ വെൽക്കമിങ് ജയറാമേട്ടൻ ടു ദ ഷോ. വെൽക്കം. താങ്ക് യു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ജയറാമേട്ടൻ്റെ വളരെ ശക്തമായൊരു തിരിച്ചുവരവാണ് ഈ സിനിമ. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം അതുപോലെ ഒത്തിരി സവിശേഷതയുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു റോള് കിട്ടിയപ്പോൾ ജയറാമേട്ടൻ ഈ റോള് സെലക്ട് ചെയ്ത് ഇതൊരു തിരിച്ചുവരവായി എടുക്കാനുള്ള കാരണം എന്താ? അതിന് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ കണ്ണൻ താമരക്കുളം, അദ്ദേഹവും ഞാനും ഇതിനു മുമ്പൊരു സിനിമ ചെയ്തു, തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള സിനിമ. അതൊരു ചെറിയൊരു കുടുംബ കാറ്റഗറിയിൽപ്പെടുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച സിനിമയൊന്നുമല്ല, വളരെ ചെറിയ രീതിയിൽ വന്ന് അങ്ങനെ ഒരു പോയൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഇതേ ഒരു കോമ്പിനേഷൻ തന്നെ, ഇതേ ഒരു കൂട്ടുകെട്ടിലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്, ഈ കഥയിലേക്ക് എത്തിപ്പെട്ടത്. കണ്ണൻ ഒരു സംവിധായകനെന്ന് ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് പറയാവുന്ന നല്ലൊരു ടെക്നീഷ്യനാണ്. അപ്പോൾ ടെക്നിക്കലി കണ്ണന് ചെയ്യാൻ പറ്റുന്ന നല്ല സ്കോപ്പുള്ളൊരു സിനിമയായിരിക്കണം. അങ്ങനെയാണ് ഈ ഹൊറർ സബ്ജക്റ്റിലേക്ക് എത്തിയത്. ഹൊറർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ അല്ലെങ്കിൽ ഹിന്ദി സിനിമകളിലൊക്കെ എപ്പോഴും ഹൊറർ സിനിമകൾ ഒരുപാട് വരുന്നതാണ്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് ഇതായി, നമുക്ക് ഈ ഗ്രാഫിക്സിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വികൃതമായിട്ടുള്ള കുറേ മുഖങ്ങളും പെട്ടെന്ന് കണ്ണ് പുറത്ത് ചാടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരിതല്ലാതെ നല്ലൊരു ഫീല് മാത്രം, ഇതെന്തോ നമ്മുടെ പുറകിലുണ്ട് എന്ന് തോന്നിക്കുന്ന ഈ മുറിക്കകത്ത്, ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ മുറിക്കകത്ത് എവിടെയോ അദൃശ്യമായിട്ടുള്ള എന്തോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ സിനിമയ്ക്കകത്ത്. അത് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് സക്സസ് ആയിട്ട് കിട്ടി. പിന്നെ ജയറാം സിനിമ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഫാമിലി ചേരുവകളെല്ലാം ഉള്ളൊരു സിനിമ എന്നുള്ള നിലയിൽ നിന്ന് മാറി നല്ലൊരു യങ്സ്റ്റേഴ്സിനെ മുഴുവൻ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ല ആക്ഷനും നല്ല കോമഡിയും കുറച്ച് വേറെ ടൈപ്പിലുള്ള ഗെറ്റപ്പും ഹൊററും എല്ലാം കൂടി ചേർന്ന് ചെയ്തപ്പോൾ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിട്ട് മാറി. കാരണം സാധാരണ ഒരു ഫാമിലി സിനിമകളൊക്കെ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ് നല്ല റിപ്പോർട്ടൊക്കെ കിട്ടിയ ശേഷമാണ് ഫാമിലികളൊക്കെ തിയേറ്ററിലേക്ക് വരിക. ഇത് എൻ്റെ വേറൊരു ഗെറ്റപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സ് എല്ലാം ഫസ്റ്റ് ഡേ ഇത് എന്താണെന്ന് കാണാനായിട്ട് എൻ്റെ അനുജന്മാരൊക്കെ തിയേറ്ററിലേക്ക് പോയി. അവർക്ക് 100% ഇഷ്ടമായിട്ട് വിളിച്ചു പറഞ്ഞതാണ് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ജയറാമേട്ടൻ പറഞ്ഞ വേറൊരു ഗെറ്റപ്പ്, ആ ഒരു ഐഡിയ ആരായിരുന്നു സജസ്റ്റ് ചെയ്തത്? എൻ്റെ മോനാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് പ്രസൻറ്റിലൊരു ഗെറ്റപ്പ് വേണം, 10-15 വർഷം ഫ്ലാഷ് ബാക്കിൽ പോകുമ്പോൾ ഒരു ഗെറ്റപ്പ് വേണമെന്ന് എൻ്റെ ഡയറക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ, പിന്നെ പൊതുവേ ഞാൻ വളരെ സെലക്റ്റീവായിട്ട് ഇപ്പോൾ നോക്കി വളരെ ചുരുങ്ങിയ സിനിമകളെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഗെറ്റപ്പ് ചെയ്യണമെങ്കിൽ തന്നെ അതിനുള്ളൊരു പ്രിപ്പറേഷൻ മറ്റുള്ള സമയം എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് മോൻ പറഞ്ഞിട്ടാണ് 2-2.5-3 മാസത്തോളം ആ ഗെറ്റപ്പിന് വേണ്ടി ഞാൻ മറ്റു സിനിമകൾക്കൊന്നും പോയിട്ടില്ല, അങ്ങനെ ചെയ്ത് ആ ഗെറ്റപ്പ് ഈ സിനിമയ്ക്ക് ഒരു സക്സസിന് വലിയൊരു ഗുണമായി. തീർച്ചയായും ജയറാമേട്ടൻ്റെ ഗെറ്റപ്പിനെ കുറിച്ചാണ് ആളുകൾ എപ്പോഴും സംസാരിച്ചത്. വേറൊരു അവതാറിൽ വന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇപ്പോൾ ജയറാമേട്ടൻ പറഞ്ഞു ഒരു ഫീലാണ് ആ ഒരു ഹൊറർ എലിമെൻറ്റ്. ഇപ്പോൾ മലയാളത്തിൻ്റെ സാഹിത്യം എടുത്താലും നമ്മളുടെ സിനിമകൾ എടുത്താലും ഹൊററിന് എന്നും ഒരു സ്ഥാനമുണ്ട്. അതും വളരെ പ്രത്യേകതയുള്ള ഹൊറർ സിനിമകളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവി ഇപ്പോൾ കുറേ നാൾ കൂടിയാണല്ലോ മലയാളത്തിലൊരു ഹൊറർ സിനിമ വരുന്നത്. എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? വേറെ എന്തെല്ലാം എലിമെൻറ്റുകളാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൊറർ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ വികൃതമായിട്ടുള്ള കുറേ രൂപങ്ങൾ കാണിച്ച് പേടിപ്പിക്കുക, അത്തരത്തിലുള്ള സംഗതി ഇല്ലാതെ സ്ത്രീ പ്രേക്ഷകർക്ക് അവർക്കും കൂടി മനസ്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഇതിനകത്ത് 2 കുഞ്ഞുങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് അക്ഷര എന്ന് പറയുന്ന ആ കുട്ടിയും ആഞ്ചലീന എന്ന് പറഞ്ഞ മറ്റേ വേറെ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങളും ഭയങ്കര തകർത്ത് അഭിനയിച്ചിരിക്കുന്നതാണ് അവർ. ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുള്ള ഏതൊരു അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ സീൻസ് ഉണ്ട്. അതൊക്കെ കൂടി വന്നതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊരു ഹൊറർ സിനിമയല്ല അത്. ഹൊറർ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കി നല്ലൊരു
ഒരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അതൊക്കെ തന്നെയാണ് ഈ സിനിമ മറ്റേതിൽ നിന്ന് സാധാരണ ഒരു ഹൊറർ സിനിമയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള സംഗതികൾ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നല്ല സ്റ്റാർ കാസ്റ്റൊക്കെ സിനിമയിലേക്ക് എത്തിപ്പെടാനും കാരണം. ജയറാമേട്ടൻ പറഞ്ഞു ഇതിൽ സ്ത്രീകളെ ഒത്തിരി സ്പർശിക്കുന്ന ഒരു സിനിമയാണെന്ന്. ഇപ്പോൾ രമ്യ കൃഷ്ണനെ പോലെ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ട്രസ് വന്നപ്പോൾ ആളുടെ ഈവൻ നമ്മൾ ആ പാട്ടിൽ കാണുമ്പോൾ, ആ ഫ്ലാഷ് ബാക്കിലെ ഒരു പാട്ടിൽ കാണുമ്പോൾ ആൾ വളരെ ബോൾഡായ ഒരു സ്ത്രീ ആണ്, ഒട്ടും വഴങ്ങാത്ത ഒരു ഇത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എത്രമാത്രം ഇന്നത്തെ ഒരു സിനാരിയോയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഈ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതാണ് ആ ക്യാരക്ടർ, ഇതിനകത്ത് രമ്യാകൃഷ്ണൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അതൊക്കെ ഒരു പകരക്കാർ, വേറൊരാളെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളാണ്. ഓംപുരി ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും. അപ്പോൾ ബാഹുബലി എന്നുള്ളൊരു വലിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച, ഏറ്റവും ബിഗ് ബഡ്ജറ്റിൽ നിർമ്മിച്ചൊരു സിനിമയ്ക്ക് ശേഷം അവർ വളരെ ബിസി ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. ഞാൻ അവരുടെ കൂടെ 3-4 സിനിമകൾ തമിഴിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹീറോയിനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഫസ്റ്റ് സംവിധായകൻ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ കഥ അയച്ചു കൊടുത്തപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അവരായിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നു ഈ സിനിമ ഞാൻ ചെയ്യാം. ഓംപുരി സാറും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ കഥയിലുള്ളൊരു ചെറിയ പ്രത്യേകതയാണ് എല്ലാവരെയും ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. ഓംപുരി സാറായാലും സാറിൻ്റെ ബ്രദറായാലും എപ്പോഴും നമ്മളുടെ മലയാള സിനിമയിൽ വരുമ്പോൾ ശരിക്കും ആ ഒരു ക്രൂര കഥാപാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ എങ്ങനെയാണ് സാറിൻ്റെ റോൾ? ഓംപുരി സാറിൻ്റെ ഓംപുരി സാറിൻ്റെ വളരെ, അതായത് സാധാരണ ഇത്തരം സിനിമകളിൽ ഇത്തരം ഒരു ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു അദൃശ്യമായിട്ടൊരു ശക്തിയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാൻ ആധികാരികമായിട്ട് ഇത് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയും പറയുമ്പോൾ മലയാളികളത് വിശ്വസിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരാൾ പറയണം. ഇപ്പോൾ തിലകൻ ചേട്ടനൊക്കെ അത് പറയുമ്പോൾ, തിലകൻ ചേട്ടനൊക്കെ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാറുണ്ട്. തിലകൻ ചേട്ടനൊക്കെ അത് പറയുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലങ്ങോട്ട് കൊള്ളും അത്. അപ്പോൾ അതേപോലത്തെ ഒരാൾ നമുക്ക് തിലകൻ ചേട്ടനില്ല. പഴയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് പോയി. അപ്പോൾ അത് ആരെന്നുള്ള വന്നപ്പോഴാണ് ഇങ്ങനെ ഓംപുരി സാറിലേക്ക് എത്തിയത്. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് നന്നായിരിക്കുന്നത്. നമ്മളുടെ ഭാഗ്യത്തിന് അവരെ കിട്ടുകയും ചെയ്തു. അത് ആ ക്യാരക്ടർ വളരെ മനോഹരമാവുകയും ചെയ്തു. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിൽ ഓംപുരി സാറിൻ്റെ ഒരു ഡയലോഗുണ്ട്, മരണത്തെയാണ് ജയിക്കേണ്ടത്. അത് തന്നെ വളരെ ക്യാച്ചിയാണ്. ഈ സിനിമയിൽ അതുപോലെ ഈ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് സാർ ഒന്ന് പറയൂ. പ്രത്യേകിച്ച് ഒരു ഹൊറർ സിനിമ വരുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ആണല്ലോ ആളുകളെ ഏറ്റവും കൂടുതൽ. അതെ, ഈ ഒരു ദിനേശ് പള്ളത്താണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. തിങ്കൾ മുതൽ വെള്ളി വരെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സെയിം കോമ്പിനേഷൻ, കണ്ണനും ദിനേശും ഞാനും കൂടിയിട്ട്. ഒരു ഹൊറർ സിനിമ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. കാരണം കുറേ ഒരു ഞെട്ടിപ്പിക്കുന്ന കുറേ രംഗങ്ങൾ ഉണ്ടാക്കണം. ഒരു ഹോണ്ടഡ് ആയിട്ടുള്ളൊരു ഹൗസ്, ആ ഹൗസിനകത്ത് പ്രേതം ഉണ്ടെന്ന് പറയുക, അങ്ങോട്ട് തിരിയുമ്പോൾ ഈ ചമരനകത്ത് കൈ വരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് പേടിപ്പിക്കുക, ബാത്റൂമിനകത്ത് കയറുമ്പോൾ കുറേ മുടി വരിക. അതൊക്കെ ഇപ്പോൾ സ്ഥിരമുള്ള സിനിമയിലാണ്. ചമരക്കുള്ളിലൊക്കെ മുടി വരിക, അല്ലെങ്കിൽ ഷവർ തുറക്കുമ്പോൾ അതിനകത്തുള്ള ബ്ലഡ് വരിക, ചോര വരിക. അങ്ങനത്തെ സ്ഥിരമായിട്ടുള്ള സംഗതികൾ ഇല്ലാതൊരു സിനിമ ഉണ്ടാക്കണമെന്ന് ആദ്യമേ തീരുമാനിച്ചുകൊണ്ടാണ് ഇതിനകത്ത് എനിക്കൊരു കുടുംബം, 15 വർഷം മുമ്പുള്ള എൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. വളരെ മോശപ്പെട്ടൊരു ഫ്ലാഷ് ബാക്കുള്ള, കാരണം അപ്പോൾ അത്തരം രീതിയിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ അന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തമിഴ്നാട്ടിൻ്റെ എവിടെയോ കോർണറിലുള്ള ചെമ്പകക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്കുണ്ടായ അനുഭവം, അതിനുശേഷം 15 വർഷങ്ങൾക്ക് ശേഷവും അന്ന് ഞങ്ങൾ താമസിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് വെച്ച് ഞങ്ങളെ ഹോണ്ട് ചെയ്ത് പുറകെ വരുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി, അതിൽ നിന്നും എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഇത്. അത് ഹ്യൂമറും ഇടയ്ക്ക് വിട്ടുപോകാതെ അങ്ങനെ ഒരു പോയിട്ടുള്ളതുകൊണ്ട് നല്ല ഒരു എൻ്റർടൈനറായിട്ട് ആൾക്കാർക്ക് വളരെ ഇതായിട്ട്. ഇപ്പോൾ ഹൊറർ മാത്രമാണെങ്കിൽ ആളുകൾ ആകെ പിരിമുറുക്കം വന്ന്. അല്ല, ഞാൻ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഹിന്ദിയിലൊക്കെ ഒരുപാട് വരാറുണ്ട്. അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്നതാണ്. ഇവർ ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാഴടഞ്ഞ് വീട്ടിൽ താമസിക്കുക, അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കേണ്ട കാര്യമേ ഇല്ല, തപ്പിപ്പോരും. പോണ വഴിക്ക് തന്നെ ചില മരക്കൊമ്പിൽ ചില പാമ്പിരിപ്പുണ്ടാവും, കാക്കയിരിപ്പുണ്ടാവും. ഇവർ പോയി കഴിയുമ്പോൾ അപശകനങ്ങൾ ഉണ്ടാവും. ഇവർ പോയി കഴിയുമ്പോൾ ഒരു നെയിം ബോർഡ് ഇങ്ങനെ തലതിരിഞ്ഞ് വീഴും. പിന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇലകളില്ലാത്തൊരു മരം ഉണ്ടാവും അല്ലേ, അങ്ങനത്തെ സ്ഥിരമായിട്ടില്ലേ, എല്ലാം അടയ്യ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ബാത്റൂമിൽ മുടി എല്ലാത്തിനും. ഇതിലിപ്പോ പാഷാണ ഷാജി ചെയ്യുന്ന റോളും അതുപോലെ പിഷാരടി ചെയ്യുന്ന റോളും, ശ്രീകുമാർ,
ഇവരൊക്കെ ഇതില് കുറച്ചൊരു മസാല ആഡ് ചെയ്യുന്ന പോലെ. അതെ അതെ, ഇങ്ങനത്തെ സിനിമ വരുമ്പോൾ എന്തെങ്കിലും റിലാക്സേഷൻ ഇല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. തുടക്കം തൊട്ട് ഇങ്ങനെ ഒരേ പിരിമുറുക്കത്തിലിരിക്കാതെ അപ്പപ്പ സീൻസിന് പുട്ടിന് പീരയിട്ട് കൊടുക്കുന്ന പോലെ അത് അവരാണ് അതിൻ്റെ റിലാക്സേഷൻ എല്ലാം. അപ്പോൾ അത് ത്രൂ ഔട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മലയാളികൾ എപ്പോഴും ക്വാളിറ്റി സിനിമ ഡിമാൻഡ് ചെയ്യുന്നവരാണ്, ഭയങ്കര ക്രിട്ടിക്സ് ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ഹൊറർ സിനിമ വിജയിക്കണമെങ്കിൽ കുറച്ചൊക്കെ സയന്റിഫിക് ഫാക്ട്സും വേണമല്ലോ. അത് വേണം. അപ്പോൾ ഇതിലെ ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു ഫാക്ട് സാറിന് അല്ല, എന്തായാലും നമ്മളുടേതായിട്ടുള്ള സംസ്കാരം, നമ്മളുടെ കൾച്ചർ, അതൊക്കെ വിട്ടിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എവിടെയെങ്കിലും ഒരു എലിമെൻ്റ് വേണം. അത് നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് കൈവിട്ടിട്ടില്ല, അത് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ പാട്ടുകൾ രതീഷ് വേഗ സാറ് പാട്ടുകൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പം സാറിൻ്റെ ഈ ഓരോ പാട്ടുകളും അപ്പോൾ ആ ട്യൂൺ ഇപ്പോൾ സാറിന് തോന്നിയ ആ സന്ദർഭത്തിന് ഏറ്റവും മാച്ചായി എന്ന് തോന്നിയ? ഇല്ല, രതീഷ് വേഗയുടെ നല്ലൊരു വർക്കാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കും ഒരു തിരിച്ചുവരവ് തന്നെയാണ് സിനിമ. പാട്ടുകൾ ഓൾറെഡി വലിയ ഹിറ്റായി. അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ഓഡിയോ റൈറ്റ്സ് ഏറ്റവും കൂടുതൽ വിറ്റുപോയ സിനിമയാണ് അത്. പാട്ടുകൾ സക്സസ് ആയതിൻ്റെയാണ്. ഈസ്റ്റ് കോസ്റ്റ് ആണ് ഇതിൻ്റെ കാസറ്റ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ആദ്യം തന്നെ അദ്ദേഹം ഈ പാട്ടുകൾ കേട്ടപ്പോൾ തന്നെ ഒരു വലിയ ഓഫറിലാണ് അത് അങ്ങോട്ട് അദ്ദേഹം മേടിച്ചത്. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ചും പബ്ലിക്കിനെ ഇത് ചെയ്തിട്ട് ചാലക്കുടിയിൽ വെച്ചിട്ടാണ് നടന്നത്. അവരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതൊരു വലിയ ഫംഗ്ഷനായിരുന്നു. രതീഷ് വേഗ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല പാട്ടുകളും എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്ത സിനിമയാണ്. ഒരുപാട് ടൈം എടുത്ത്. അതും ഈ സിനിമയുടെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഞങ്ങളെല്ലാം കൊണ്ടൊരു പാട്ടും പാടിച്ചിട്ടുണ്ട് രതീഷ് വേഗ. അതൊരു പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു രസകരമായിട്ടുള്ളൊരു ഇതാണ്. ഞാനും ഷാജിയും പിഷാരടി ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് പാട്ട് പാടിയിട്ടുള്ളത്. അയ്യ, അത് ഞാൻ പറഞ്ഞില്ല, പാട്ടെന്ന് പറയാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഈ മൂവിയുടെ ഓഡിയോ ലോഞ്ച് തന്നെ വളരെ സ്പെഷ്യൽ ആയിരുന്നു. ജയറാമേട്ടൻ്റെ വക ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ജുഗൽബന്ദി പോലെ ചെണ്ടയിലൊക്കെ ചെയ്തതാണ്. ഭയങ്കര എല്ലാ ഓഡിയോ ലോഞ്ചും അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം ആഗ്രഹമുണ്ട്. കാരണം ജനങ്ങളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ സക്സസ്ഫുൾ ആയിരുന്നു. ഈ മൂവിക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ഫേസ്ബുക്കിലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ജയറാമേട്ടനെ നേരത്തെ പറഞ്ഞ പോലെ ഗെറ്റപ്പ് ഇപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് അതുപോലെ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈവൻ മിഡിൽ ഏജ്ഡ് ആളുകൾ കുറച്ചൊക്കെ ഗ്രേ ആക്കി സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് വരുത്തുന്നു പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു? സോഷ്യൽ മീഡിയ വളരെ ഇതല്ലേ, നമുക്കിപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതേപോലെ അവർക്ക് ഇങ്ങോട്ട് അത് ഇത് ചെയ്യാനും എല്ലാം വളരെ നല്ലൊരിതാണ്. പക്ഷേ നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ച് നല്ലതിന് നല്ലതായിട്ടും ചീത്തയെ മാറ്റി നിർത്തുകയും നല്ലത് സ്വീകരിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ലതാണ് സോഷ്യൽ മീഡിയയൊക്കെ. കാരണം അവരുടെ കയ്യിലാണ് ഇന്ന് സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് ആദ്യം കിട്ടിയൊരു സക്സസ് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കണ്ടിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവർ വാട്സാപ്പിലും ചേട്ടാ ഞങ്ങൾ പടം കണ്ടു തകർത്തു അത് ഇത് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അവർ നമ്മുടെ കുഞ്ഞാനുജന്മാരല്ലേ. എല്ലാവരും ഇപ്പൊ റിവ്യൂ ഒക്കെ സ്റ്റേറ്റസ് ആയിട്ട് ഇടുന്നു. പിന്നെ അതാണ്. ജയറാമേട്ടനെ എല്ലാവരും ഈ പ്രത്യേകിച്ച് കുടുംബ സദസ്സുകളിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റോൾ, സ്റ്റീരിയോ ടൈപ്പ് റോൾ ഉണ്ടല്ലോ, ഒരു കുടുംബസ്ഥനായ. പക്ഷേ ഈ സിനിമ ഒരു വലിയ എക്സ്പെരിമെന്റ് ആണല്ലോ ആ ഒരു രീതിയിൽ. കുറെ ആക്ഷൻ ഉണ്ട്, ഹൊറർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഇതുപോലൊരു തിരിച്ചുവരവിന് എന്തെങ്കിലും ഒരു ഭയങ്കര സ്ട്രോങ് ഫോക്കൽ പോയിന്റ് ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു? ഇല്ല, ഇത് തന്നെയാണ്. കഴിഞ്ഞ സിനിമ കഴിഞ്ഞപ്പോൾ, തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സ്വയം എടുത്ത തീരുമാനമാണത്. ഇനി ഒരേ ടൈപ്പ് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ, ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട്. അത് ഞാൻ ചെയ്തതല്ല, എന്നെ തേടി വന്നത് മുഴുവൻ അതായിരുന്നു. ആളുകൾക്ക് വേണ്ടത് അങ്ങനെയായിരുന്നു. എന്നെ തേടി വരുന്ന, പിന്നെ ഒരു ഇടക്കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ അത്തരം കുടുംബ ചിത്രങ്ങൾ ചെയ്യുന്ന ഡയറക്ടേഴ്സായിരുന്നു. ഒരിക്കലും അത് ചീത്താന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനമായിട്ട് പറയുന്ന കാര്യമാണ് അത്തരം സിനിമകളിൽ എനിക്ക് കഴിഞ്ഞ 10-30 വർഷക്കാലം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എന്നും ഒരു അഭിമാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ചേഞ്ചുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ മനസ്സിലിരിക്കുമ്പോഴാണ് കണ്ണൻ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെറ്റപ്പ് ചെയ്യാം, ആക്ഷൻ നല്ല സ്കോപ്പുള്ള സിനിമയാണ് എന്ന് വെച്ചാൽ ആദ്യം തുടക്കം തൊട്ട് അവസാനം വരേക്കും ആക്ഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു ഇടിക്കുന്ന സീൻ ഒരു 5 എണ്ണം ഒന്ന് പ്ലേസ് ചെയ്താൽ മതി, അതിന് കാരണമില്ലെങ്കിലും. അതില്ലാത്ത സന്ദർഭം കൊണ്ട് മാത്രം ഒരു നല്ല ആക്ഷൻ സീക്വൻസ് ഉള്ള എല്ലാം കൂടി ഒത്തു വന്നതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു സിനിമയായി മാറിയത്.
ഇപ്പോഴത്തെ ഒരു മൂവി ട്രെൻഡ് നോക്കി എല്ലാവർക്കും റിയലിസ്റ്റിക് സിനിമകളാണ് വേണ്ടത്. ഈവൺ ഒരു ആക്ഷൻ സീൻ ഉണ്ടെങ്കിൽ അത് റിയലിസ്റ്റിക് അടിയായിരിക്കണം എന്നാണല്ലോ. അപ്പോൾ ഒരു ഹൊറർ സിനിമയിൽ പക്ഷേ റിയലിസം കൊണ്ടുവരാൻ പാടാണല്ലോ. അപ്പോൾ ഈ മൂവി എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്തു? അല്ല, മാക്സിമം റിയലിസ്റ്റിക് ആക്കാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത് കേട്ടോ. ഒരു സിനിമാറ്റിക് അല്ലാതെ നമുക്കതിനകത്ത് ഇപ്പോൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഒന്നിൽ നായകൻ്റെ കൂടെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കഥയുടെ കൂടെ ഏതെങ്കിലും ഒരു എലിമെൻ്റെ കൂടെ തന്നെയാണ് ആൾക്കാർ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അത് റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരിക്കലും മലയാളികൾ ഇപ്പോൾ നോക്കിയിരിക്കുക പോലും ഇല്ല. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ അതൊരു എക്സ്പെരിമെൻ്റ് തന്നെയെന്ന് പറയാമല്ലോ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രതീക്ഷകൾ കയ്യിൽ കിട്ടിയത് പ്രതീക്ഷകൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ നിന്നും കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ പ്രതീക്ഷ ഒരുപാട് വാനോളം എത്തിയെന്ന് പറയാം. കാരണം സാധാരണ എൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർ ഒരു 2 ദിവസം കഴിഞ്ഞ് സ്ലോ ആയിട്ട് തിയേറ്ററിലേക്ക് വരുന്നൊരു ഇതാണ്. ഇത് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ അനുജന്മാർ, എൻ്റെ യങ്സ്റ്റേഴ്സ് തിയേറ്ററിലെത്തി അതിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയൊരു സിനിമയുടെ സക്സസ്. പിന്നെ തിയേറ്ററിലുള്ള എല്ലാ ഷോകളും ഫുള്ളാവുന്നതിൻ്റെ ഒരു സന്തോഷം. കാളിദാസൻ ഇപ്പോൾ മൂവിയിലേക്ക് വരുവാണല്ലോ, തമിഴ് മൂവി ഒരെണ്ണം ചെയ്തു. ഇപ്പോൾ കാളിദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൾ ചെയ്ത മൂവി അല്ല, കാളിദാസൻ തുടക്കം മലയാളത്തിലാണ് 2 സിനിമകൾ ചെയ്തു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, എൻ്റെ വീടപ്പൂൻ്റെ സിനിമകൾ ചെയ്ത് പിന്നെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് മെഡ്രാസിൽ വെച്ച് നടന്നൊരു അവാർഡ് നൈറ്റിൽ അവനൊരു മിമിക്രി ചെയ്തു ഇങ്ങനെ. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇറങ്ങിയപ്പോൾ തന്നെ ചോദിച്ചു എൻ്റെ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഡയറക്ടറുടെ കഴിഞ്ഞ സിനിമ വളരെ നല്ല സക്സസ് ആയി വന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്നാൽ ശരി അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷേ അവൻ്റെ മനസ്സിലിപ്പോഴും ഒരു നല്ല മലയാള സിനിമയ്ക്ക് ആരെ എപ്പോൾ വിളിക്കും എന്നുള്ള അങ്ങനത്തെ അവൻ എപ്പോഴും അത് ഈ വർഷം സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവൻ എന്നോടൊന്നും അങ്ങനെ പറയാറില്ല, പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ ഇതായിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ചില കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാനൊരു നല്ല സിനിമ ഈ വർഷം മലയാളത്തിൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞു. എല്ലാം കാളിദാസിൻ്റെ തീരുമാനത്തിന് എല്ലാം. പിന്നെ അവരൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ലോകമറിയുന്നവരാണ്, നമ്മളെക്കാൾ കൂടുതൽ ഇക്കാര്യത്തിലൊക്കെ ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അറിയുന്ന ആൾക്കാരാണ്. ഒന്നും പറയേണ്ട, അവരുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചറിയേണ്ടത്. ജയറാമേട്ടൻ ഒത്തിരി ഒരു കലയിലെല്ലാം താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എന്നേലും ഇനി എഴുത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ അതിലോട്ടൊക്കെ മൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? സാരില്ല, സിനിമയിൽ അതൊക്കെ ചെയ്തു നോക്കാമെന്നാണ്. പക്ഷെ ഇപ്പോൾ ഇതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സൈഡും കൂടി കാണണം. ആയിക്കോട്ടെ. ഇനി ഫ്യൂച്ചർ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചറായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യ എന്ന് പറഞ്ഞിട്ടുള്ള ദീപൻ ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ തുടങ്ങും. മലയാളത്തിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോകുലം ഇൻ്റർനാഷണൽ ബാനറിൽ ചെയ്യുന്നൊരു വലിയൊരു മൂവി, അതിൻ്റെ ഫുള്ളായിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പരീക്ഷണാർത്ഥം ഒരു തെലുങ്ക് സിനിമ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ടൈം എടുത്ത് 1-2 മാസത്തിലൊരിക്കലൊക്കെ ഒരു സിനിമ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയും നേരം ആടുപുലിയാട്ടത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. ഇനിയും ഒത്തിരി പേര് കാണാനുണ്ട്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും പോയി കാണാനായിട്ട്. ഇപ്പോൾ ഓഡിയൻസിനോട് എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. വിഷുവിന് തിയേറ്ററുകളിൽ എത്തേണ്ട സിനിമയായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ്, ഈ മെയ് മാസത്തിലാണ് തിയേറ്ററുകളിലെത്തിയത്. എങ്കിലും അവധിക്കാലം തീരുന്നതിന് മുമ്പ് കുടുംബമായിട്ട് പോയിരുന്ന് കാണാൻ ഒരു 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്യാവുന്ന സിനിമയാണ് ആടുപുലിയാട്ടം. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എല്ലാത്തരം പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കാവുന്നൊരു കാറ്റഗറിയിൽ പെടുത്താവുന്നൊരു സിനിമയാണ്. പിന്നെ നല്ല ടെക്നിക്കലായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ ക്യാമറ വർക്കാണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളുള്ളൊരു തിയേറ്ററിൽ പോയി കണ്ടാൽ അതിൻ്റെ എല്ലാ ഫുൾ ക്വാളിറ്റിയിൽ ആ സിനിമ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ആ സിനിമ കാണുക, വെക്കേഷൻ തീരുന്നതിനും എൻജോയ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ആടുപുലിയാട്ടത്തിൻ്റെ ഫീഡ്ബാക്ക് അപ്പോൾ എന്നെ അറിയിച്ചാലും ഒരുപാട് സന്തോഷം. പിന്നെ തിരിച്ചെനിക്ക് ഒരിക്കൽ കൂടി നല്ലൊരു റീ എൻട്രി സിനിമയിലൂടെ ഉണ്ടാക്കി തന്ന എന്നും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മലയാളി പ്രേക്ഷകർക്ക്, എൻ്റെ കുടുംബ പ്രേക്ഷകർക്ക് നന്ദി. ഒരുപാട് സന്തോഷം. താങ്ക് യു. അതേപോലെ തന്നെ ആടുപുലിയാട്ടത്തിൻ്റെ എൻ്റെ കൂടെ സഹകരിച്ച എൻ്റെ ഫുൾ ക്രൂ എല്ലാവർക്കും
പ്രൊഡ്യൂസർ തൊട്ട് ഡയറക്ടർ തൊട്ട് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആടുപുലിയാട്ടത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. എന്നിട്ട് നമ്മളുടെ ഷോകളിലേക്ക് വിളിച്ച് ഇതിൻ്റെ റിവ്യൂസ് എല്ലാം അറിയിക്കുക. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് മിസ് ദിസ് മൂവി. ഒത്തിരി നാൾ കൂടിയാണ് നമ്മുടെ മലയാളത്തിലൊരു ഹൊറർ മൂവി വന്നിരിക്കുന്നത്. ഇത് മിസ് ചെയ്യരുത്, എന്തായാലും കാണുക. സോ ഓൾ ഓഫ് യു ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ടൈം. വിൽ ബി ബാക്ക് അഗെയിൻ നെക്സ്റ്റ് വീക്ക്.